भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയും ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത. മാരുതേശ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 760 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ നാരായണ ഋഷിയുടെ അടുത്തെത്തിയ കാമദേവൻ, മന്ദമാരുതൻ, ദേവസ്ത്രീകൾ ഇവരൊക്കെ അദ്ദേഹത്തെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം, ഭഗവാന്റെ അവതാര രംഗങ്ങളെക്കുറിച്ച് ദ്രുമിളൻ എന്ന ആ നവയോഗികളിൽപ്പെട്ട ആ മഹാത്മാവ് അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നരനായും നാരായണനായും ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നത്. അപ്പോ ദക്ഷപുത്രിയായ മൂർത്തിയുടെയും ധർമ്മന്റെയും പുത്രഭാവത്തിൽ ഭഗവാൻ നരനായും നാരായണനായും അവതരിച്ചു. ആ നാരായണമൂർത്തിയെ സ്തുതിക്കുകയാണ്. ക്ഷുത്രികാല ഗുണമാരുത ജൈഹ്യ ശൈഷ്ണ്യാൻ അസ്മാന പാരജലധീൻ അതിതീജകേചിൽ ക്രോധസ്യ യാന്തി വിഫലസ്യ വശം പദേ ഗോർമജ്ജന്തി ദുശ്ചര തപശ്ച വൃഥോത്സൃജന്തി. കേചിത് ചില ആളുകൾ ക്ഷുത്രികാല ഗുണമാരുത ജൈഹ്യ ശൈഷ്ണ്യാൽ വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം, വർഷം, കാറ്റ്, ജിഹ്വയുടെ സുഖം, സ്ത്രീ സുഖം, ഇതിൻ്റെയൊക്കെ അധിഷ്ഠാനങ്ങളായും അപാരജലധീൻ കരകാണാത്ത സമുദ്രം എന്നതുപോലെ ഇരിക്കുന്നതുമായ അസ്മാൻ ഞങ്ങളെ അതിതീര്യ അതിക്രമിച്ചിട്ട് വിഫലസ്യ ക്രോധസ്യ നിഷ്ഫലമായ ക്രോധത്തിൻ്റെ വശം അധീനത്തെ പ്രാപിക്കുന്നു. ഗോപദേ പശുക്കുളമ്പ് കൊണ്ടുണ്ടായ കുഴിയിൽ മജ്ജന്തി മുങ്ങുന്നു. ദുശ്ചര തപഹ ച കഷ്ടപ്പെട്ട് സമ്പാദിച്ച തപസ്സിനെയും വൃഥാ ഉത്സൃജന്തി വെറുതെ ഉപേക്ഷിക്കും. അപ്പൊ ഇവിടെ പറയുകയാണ്, കാമത്തിന് കീഴടങ്ങാത്ത ആളുകൾ ക്രോധത്തിന് കീഴടങ്ങുന്നു എന്ന് പറയുകയാണ്. ഭഗവത് പാദങ്ങളിൽ ഭക്തിയില്ലാതെ കേവലം തപസ്സനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ കാമം അവരെ പിടികൂടും, അല്ലെങ്കിൽ ക്രോധം പിടികൂടും.
ഞങ്ങൾക്ക് അധീനരായാൽ കാമാതിഭോഗങ്ങളെങ്കിലും അനുഭവിക്കാം. ക്രോധായി കഴിഞ്ഞാലോ വെറുതെ തപശക്തി വ്യർത്ഥമാക്കി കളയും. അതുകൊണ്ട് കാമത്തിന് അധീനരാകുന്നതിനേക്കാൾ ദോഷമാണ് ക്രോധത്തിന് അധീനരാകുന്നത് എന്ന് പറയാതെ പറഞ്ഞു ഇവിടെ. ക്രോധത്തിന് കീഴടങ്ങിയാൽ അന്യരെ ശപിച്ച് തപശക്തി വ്യർത്ഥമാക്കി കളയാൻ മാത്രമേ സാധിക്കുള്ളൂ. വിശപ്പ്, ദാഹം, ഉഷ്ണം, വർഷം, പിന്നെ ബാഹ്യാന്തര വായു, നാവിനെ ആനന്ദിപ്പിക്കുന്ന രസാദിഭോഗം, സ്ത്രീ വിഷയങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഭോഗം, ഇങ്ങനെ സാമാന്യന്മാർക്ക് കടക്കാൻ കഴിയാത്ത സമുദ്രതുല്യമായിരിക്കുന്ന ഞങ്ങളെ ജയിച്ചിട്ട് കൂടി, ഞങ്ങൾ വലിയ സമുദ്രം പോലെയാണ് കാമം, ആ കാമത്തെ ജയിച്ചിട്ട് കൂടി ഇവർ പശുക്കുളമ്പിലെ വെള്ളം പോലെ വത്സപദം യഥാ, അത്രയും കുറച്ച് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നു എന്നാണ്. ക്രോധവൃത്തി പറയാണ്. പ്രയാസപ്പെട്ട് സമ്പാദിച്ച തപസ് ഇതുപോലെ വ്യർത്ഥമാക്കി കളയുന്നു. ഞങ്ങളുടെ സ്വാധീനത്തിലായാൽ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള സുഖങ്ങളെങ്കിലും അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ ക്രോധാധീനന്മാരാകുന്ന അവസ്ഥ വളരെ കഷ്ടമാണെന്നാണ് പറയുന്നത്. നോക്കൂ, തലയിൽ ഭാരം ചുമന്ന് നടക്കുന്ന ഒരാള് ചുമക്കാൻ കഴിയാതെ കുഴങ്ങുമ്പോ എന്തു ചെയ്യും? ആ ഭാരം വേറൊരാളെ ഏൽപ്പിക്കും, അല്ലേ? ഇങ്ങനെ ഇത് ആ വേറൊരാളെ ഏൽപ്പിക്കാതെ, ആ ഭാരം താൻ അനുഭവിക്കാതെ, മറ്റൊരാൾക്ക് കൊടുക്കാതെ എവിടേക്കെങ്കിലും വലിച്ചെറിയുന്നത് പോലെയാണ് ഈ അവസ്ഥ എന്നാണ്. മോക്ഷത്തിനോ ഭോഗത്തിനോ ഉപകരിക്കാതെ ഈ തപസ്സിനെ പരദ്രോഹത്തിനായിട്ട് മാറ്റുന്നു. വിഷയാശകളെ ജയിച്ചാലും ക്രോധം വരുന്ന ആളുകൾ, ദേഷ്യം വരുന്ന ആളുകൾ അവർ നശിക്കുകയാണ്, അധപ്പതിക്കുകയാണ്. കാമമാകുന്ന സമുദ്രത്തിന്റെ മറുകര കടന്നുവെങ്കിൽ പോലും അവർ നേരത്തെ പറഞ്ഞതുപോലെ പശുക്കളുടെ കാലികളുടെ കാലടിയിലെ വെള്ളം പോലെ, അത്രയും വെള്ളത്തിൽ പോലും മുങ്ങിത്താഴുന്നത് പോലെയാണ് ഈ ക്രോധം അവരെ നശിപ്പിക്കുന്നത് എന്നാണ്. അപ്പോ സത്യത്തിൽ ഇത് ചെയ്യാതെ കാമം അങ്ങേ ബാധിച്ചില്ല, ക്രോധവും അങ്ങേ ബാധിച്ചില്ല. ഞങ്ങളെ അനുഗ്രഹിച്ചു, വലിയ സന്തോഷം, വലിയ ആശ്ചര്യം. ഇതി പ്രഗൃണതാം തേഷാം സ്ത്രിയോത്യത്ഭുത ദർശയാമാസ ശുശ്രൂഷാം സ്വർച്ചിതാ കുർവതിർവിഭൂ. ഇതി പ്രഗൃണതാം തേഷാം, ഇങ്ങനെ സ്തുതിക്കുന്ന അവർക്ക് വിഭു, സർവസമർത്ഥനായിരിക്കുന്ന ഭഗവാൻ, അത്യത്ഭുത ദർശന, അത്യധികം ആശ്ചര്യത്തെ ഉണ്ടാക്കാൻ യോജിച്ച തരത്തിലുള്ള സ്വർച്ചിത, ശോഭനമായ അലങ്കാരങ്ങൾ ചെയ്ത ശുശ്രൂഷാം കുർവതി, ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളെ ദർശയാമാസ, കാണിച്ചു കൊടുത്തു എന്നാണ്. കാമദേവൻ തുടങ്ങിയവർക്ക് തൻ്റെ യോഗബലം കൊണ്ട് അതിസുന്ദരികളും പരിചാരികളുമായിരിക്കുന്ന നിരവധി സ്ത്രീകളെ കാണിച്ചു കൊടുത്തു. എല്ലാം സാധിക്കുന്നവനാണ് ശ്രീമൻ നാരായണൻ എന്ന് കാണിക്കുകയാണ്. അപ്പൊ നോക്കൂ, കാമദേവനിൽ പോലും കാമമുണർത്താൻ സാധിക്കുന്ന തരത്തിൽ കാമിനിമാരെ കാണിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു തൻ്റെ യോഗശക്തി കൊണ്ട്. തേ ദേവാനുചരാ ദൃഷ്ട്വാ സ്ത്രിയ ശ്രീരിവരൂപിണി ഗന്ധേന മുമുഹുസ്താസാം രൂപൗദാര്യഹതശ്രിയ. തേ ദേവാനുചര, ആ ദേവാനുചരന്മാർ, ശ്രീ ഇവ രൂപിണി, മഹാലക്ഷ്മിയെ പോലെ, ശ്രീദേവിയെ പോലെ സുന്ദരികളായ സ്ത്രീകളെ ദൃഷ്ടുവ, കണ്ടിട്ട്, താസാം രൂപൗദാര്യഹതശ്രിയ, അവരുടെ സൗന്ദര്യം കൊണ്ടും ഔദാര്യം കൊണ്ടും ഹനിക്കപ്പെട്ട ശോഭയോടുകൂടിയവർ, താസാം അവരുടെ ഗന്ധേന മുമുഹു, അവരുടെ ലോഹിതോൽപല ഗന്ധയ എന്നൊക്കെ പറയുന്നത് പോലെ താമരപ്പൂവിന് തുല്യമായിട്ടുള്ള ഗന്ധമൊക്കെ ഉള്ളവരാണ്. അങ്ങനെയുള്ള അവരുടെ ആ ഗന്ധത്തിൽ തന്നെ മോഹിച്ചു പോയി എന്നാണ്. കാരണം ഈ സുന്ദരികളെ കണ്ടപ്പോ മന്മഥൻ മാത്രമല്ല, ദേവസുന്ദരികളൊക്കെ തല താഴ്ത്തി നിന്നു. കാരണം എന്താ? ഇത്രയും സൗന്ദര്യം കണ്ടിട്ടില്ല. സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെ അവരുടെ സൗന്ദര്യത്തിൽ ഈ ദേവസുന്ദരികളുടെയൊക്കെ സൗന്ദര്യം നഷ്ടപ്രായമായി മാറിയെന്നാണ്. ഒരു വിളക്ക് കൊളുത്തി വെക്കുന്ന സ്ഥലത്ത് അതിന് നല്ല പ്രകാശം ഉണ്ടായിരുന്നു, ഏതുവരെ? സൂര്യൻ ഉദിക്കുന്നത് വരെ. സൂര്യപ്രകാശം വന്നതോടുകൂടി ആ വിളക്കിന്റെ തെളിച്ചവും ആ വെളിച്ചവും ഇല്ലാതെയാവുന്നത് പോലെ സുന്ദരികളുടെ ദേഹത്ത് തട്ടിവരുന്ന
ആ വായു അത് സത്യത്തിൽ ആ സൗരഭ്യം, ആ ഗന്ധത്തെ അനുഭവിച്ചപ്പോ അവരൊക്കെ മോഹിതരായി മാറി. താനാഹ ദേവദേവേശ പ്രണതാൻ പ്രഹസന്നിവ ആസാമേകതമാം വൃധ്വം സവർണാം സ്വർഗഭൂഷണാം. ദേവദേവേശ, ദേവേന്ദ്രന്റെയും നാഥനായിരിക്കുന്ന ഭഗവാൻ, പ്രഹസൻ ഇവ, ചിരിക്കുന്നത് പോലെ, പ്രണതാൻ താൻ, തന്നെ പ്രണമിച്ച അവരോട് ആഹ പറഞ്ഞു, സവർണാം സമാന സ്വരൂപത്തോടു കൂടിയും, സ്വർഗഭൂഷണാം സ്വർഗത്തിന് അലങ്കാരവുമായിരിക്കുന്ന, ആസാം ഏകതമാം ഇവരിൽ ഒരാളെ വൃദ്ധം നിങ്ങൾ ഭരിച്ചോളൂ എന്ന് പറയാണ്. ഇന്ദ്രാദി ദേവന്മാരുടെയും സകല ദേവന്മാരുടെയും നാഥനാണ് ഭഗവാൻ, അല്ലേ? അങ്ങനെ ആ ഭഗവാൻ നാരായണ മഹർഷി ചിരിക്കുന്നവനെ പോലെ എന്നാണ്. സത്യത്തിൽ ഈ ഒരു പരിഹാസം നാരായണ മഹർഷിയുടെ മുഖത്ത് ഉണ്ടാവണില്ല. കാരണം എന്താ? ഇത്തരത്തിലുള്ള ചിന്തകൾ ആത്മാരാമനായിരിക്കുന്ന അദ്ദേഹത്തിൽ ഉണ്ടാവില്ല. നിന്ദയ്ക്ക് കാരണമായിരിക്കുന്ന പരിഹാസം ഉണ്ടാവില്ല. മഹാന്മാർ സ്മിതപൂർവാഭിഭാഷികളാവുക, ഒന്ന് ചിരിച്ചു പറയുക എന്നുള്ളത്, അത് ആരെയും കളിയാക്കാൻ വേണ്ടിയിട്ടല്ല, ആരെയും കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല, അത് അവരുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ മന്ദസ്മിതം ചെയ്തും കൊണ്ട്, അല്ലേ, പ്രസാദം വദനത്തിങ്കൽ, പ്രസാദം ആ മുഖാരവിന്ദം പ്രസന്നമായിട്ടിരിക്കും. ഒന്നിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, ഈ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് തുല്യരായിരിക്കുന്ന, സ്വർഗത്തിലേക്ക് അലങ്കാരമായിരിക്കുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നു. സത്യത്തിൽ ആ ദേവസുന്ദരികൾ ആരും തന്നെ ഇവർക്ക് സമാനരല്ല. എങ്കിലും സ്വർഗത്തിന് അലങ്കാരമായിട്ടുള്ള സൗന്ദര്യമുള്ള ഒരാളെ കൊണ്ടുപോയിക്കോളൂ എന്ന് അവിടെ പറയുന്നു. ഓമിത്യാദേശമാദായ നത്വാതം സുരവന്ദന ഉർവശീം അപ്സരശ്രേഷ്ഠാം പുരസ്കൃത്യ ദിവം യയൂ. അങ്ങനെ അത് കേട്ടപ്പോ അവര് ഓം ഇതി, അങ്ങനെ ആവട്ടെ എന്ന് ആദേശം, ആ കൽപ്പനയെ സുരവന്ദിനഹ ദേവഭൃത്യന്മാര് സ്വീകരിച്ചിട്ട്, തം നത്വ ആ നാരായണ ഋഷിയെ നമസ്കരിച്ചിട്ട്, അപ്സരശ്രേഷ്ഠാം അപ്സരസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠയായ ഉർവശിയെ പുരസ്കൃത്യ മുമ്പിൽ നടത്തിക്കൊണ്ട് ദിവം യയു അവിടെ ദേവലോകത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. നാരായണ മഹർഷിയുടെ ഊരുവിൽ നിന്നുണ്ടായത് കൊണ്ടാണ് ഉർവശി എന്ന പേര് എന്നൊക്കെ മറ്റു ചില രംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നാരായണ മഹർഷിയുടെ ഊരുവിൽ നിന്ന് ജനിച്ച അപ്സരസ്സുകളുടെ സംഘത്തിൽ വെച്ച് ശ്രേഷ്ഠയായ ഉർവശിയെ ആദരവോടുകൂടി സ്വീകരിച്ച് നേരെ ദേവലോകത്തേക്ക് പോയി. അപ്പോ തൻ്റെ തപസ്സിന് ഭംഗം വരുത്താൻ ആരാണോ നിർദ്ദേശം കൊടുത്തത് ആ ദേവേന്ദ്രന് തന്നെ ഒരു സമ്മാനം കൊടുത്ത് തിരിച്ചയക്കുകയാണ് നാരായണ മഹർഷി ചെയ്തത്. ഇന്ദ്രായാനമ്യ സദസി ശൃണ്വതാം ത്രിദിവൗകസാം ഊചുർനാരായണ ബലം ശക്രസ്തത്രാസ വിസ്മിത. സദസി ഇന്ദ്രായ ആനമ്യ, സഭയിൽ ഇന്ദ്രനെ നമസ്കരിച്ചിട്ട്, ശൃണ്വതാം ത്രിദിവൗകസാം കേട്ടുകൊണ്ടിരിക്കുന്ന ദേവന്മാരുടെ മുമ്പാകെ നാരായണ ബലം, നാരായണ മുനിയുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. ശക്രഹ ദേവേന്ദ്രൻ, വിസ്മിത വിസ്മയിച്ചും കൊണ്ട്, തത്ര ആസ അവിടെ താമസിച്ചു, അല്ലെങ്കിൽ അവിടെ തത്രാസ എന്നുള്ളതിന് ഒരുമിച്ച് തത്ര ആസ എന്നും തത്രാസ ഭയപ്പെട്ടു എന്നും അർത്ഥം കൽപ്പിക്കാറുണ്ട്. ഏതായാലും കാമദേവൻ ചെന്ന് ദേവേന്ദ്രനെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ അദ്ദേഹം തന്നയച്ചതാണ് എന്ന് പറഞ്ഞു ഉർവശിയെ ഇന്ദ്രന് നൽകി. നാരായണ മഹർഷിയുടെ അസാമാന്യമായിരിക്കുന്ന തപശക്തിയുടെ ആ ശ്രേഷ്ഠത കാണിച്ചു. തപശക്തി മാത്രമല്ല, കാരുണ്യം, പ്രഭാവം, ഇതൊക്കെ ദേവന്മാരോട് ദേവേന്ദ്രനോട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എല്ലാവർക്കും വലിയ അത്ഭുതമായി. മഹർഷിയുടെ നേരെ താൻ കാണിച്ച അക്രമം വളരെ മോശമായി, അതുകൊണ്ട് തന്നെ പേടിക്കുകയും ചെയ്തു ദേവേന്ദ്രൻ എന്ന് പറയുന്നു. പിന്നീട് മറ്റ് അവതാരങ്ങളെ പറയുകയാണ്. ഹംസസ്വരൂപ്യവദച്യുത ആത്മയോഗം ദത്തകുമാര ഋഷഭോ ഭഗവാൻ പിതാന
വിഷ്ണു ശിവായ ജഗതാം കലയാവതീർണസ്തേനാഹൃദ മധുഭിദ ശ്രുതയോ ഹയാസ്യേ. അച്യുത, ച്യുതിയില്ലാത്ത ആ ശ്രീഹരി ഹംസസ്വരൂപി ആത്മയോഗം ഹംസസ്വരൂപനായി അവതരിച്ച് ആത്മതത്വത്തെ ഉപദേശിച്ചു. ജഗതാം ശിവായ, ലോകത്തിന്റെ മംഗളത്തിന് വിഷ്ണു തന്റെ അംശം കൊണ്ട് ദത്താത്രേയനായും കുമാരഹ സനൽകുമാരനായും ന പിത ഞങ്ങളുടെ അച്ഛനായ ഭഗവാൻ ഭഗവാനായ ഋഷഭനായും അവതരിച്ചിട്ടുണ്ട്. ഹയാസ്യേ, ഹയഗ്രീവാവതാരത്തിൽ മധുഭിദ തേനം, ആ മധു എന്ന അസുരനെ സംഹരിച്ച ഭഗവാനാൽ ആഹൃത, മധുവിനാൽ ഹരിക്കപ്പെട്ട ശ്രുതയ വേദങ്ങൾ ആഹൃത, അവിടെ തിരിച്ച് കൊണ്ടുവരപ്പെട്ടു എന്ന് പറയണം. നാരായണാവതാരം വളരെ വിസ്തരിച്ചു വർണ്ണിച്ചു. പിന്നെ മറ്റ് അവതാരങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. ഹംസാവതാരം, അതേപോലെ തന്നെ അതിനുശേഷം ദത്താത്രേയനായി, സനൽകുമാരനായി, ഋഷഭനായി, ഹയഗ്രീവനായി 5 അവതാരങ്ങളെ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ശ്രേഷ്ഠമാണ്. അപ്പോ ആദ്യം ഒന്ന് വളരെ ഗംഭീരായിട്ട് പറഞ്ഞു, അതേപോലെ ഇതും ഗംഭീരാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളു. 6 ഗുണങ്ങൾ നിറഞ്ഞവനാണ് ഭഗവാൻ, അല്ലേ? ആ മഹാവിഷ്ണു തൻ്റെ അംശം കൊണ്ട് അവതരിക്കുന്നുവെങ്കിലും സ്വരൂപത്തിൽ നിന്നോ ഗുണത്തിൽ നിന്നോ തെറ്റാതെ നശിക്കാതെ ഒരേ വിധം ഇരിക്കണു. ഹംസസ്വരൂപിയായി സനകാദി യോഗീശ്വരന്മാർക്ക് ആത്മതത്വത്തെ ഉപദേശിച്ചു. ദത്താത്രേയനായി, സനൽകുമാരനായി, പിന്നെ ഋഷഭനായി, മധു എന്ന അസുരൻ വേദങ്ങളെ അപഹരിച്ചപ്പോ മധുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി ഹയഗ്രീവനായി ഭഗവാൻ അവതരിച്ചു. ഇങ്ങനെ 5 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഗുപ്തോപ്യയേ മനുരിലൗഷധയശ്ച മാത്സ്യേ ക്രൗഡേ ഹതോ ദിദിജ ഉദ്ധരതാംഭസക്ഷ്മാം കൗർമേ ധൃതോദ്രിരമൃതോന്മഥനേ സ്വപൃഷ്ഠേ ഗ്രാഹാൽ പ്രപന്നമിഭരാജമമുഞ്ചതാർത്ഥം. മാത്സ്യേ അപ്യത്തെ, മത്സ്യാവതാരത്തിൽ പ്രളയത്തിൽ മനു, സത്യവ്രതൻ എന്ന മനു, ഇള ഭൂമിയും, ഓഷധികളും ഗുപ്ത രക്ഷിക്കപ്പെട്ടു. ക്രൗഡേ, വരാഹാവതാരത്തിലോ അംഭസഹ, വെള്ളത്തിൽ നിന്ന്, ക്ഷ്മാം ഉദ്ധരത, ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഭഗവാനാൽ, ദിദിജഹ, ദിദിയുടെ പുത്രനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ ഹത, കൊല്ലപ്പെട്ടു. കൗർമേ, കൂർമാവതാരത്തിൽ അമൃതോന്മഥനെ, അമൃതമഥനത്തിൽ താണുപോയ അദ്രിയെ, മന്ദരപർവ്വതത്തെ, സ്വപൃഷ്ഠേ ധൃത, തന്റെ പൃഷ്ഠത്തിൽ മുതുകിൽ ധരിച്ചു. പിന്നെ ആർത്തഹ, ദുഃഖിതനായ, പ്രപന്നം, ശരണം പ്രാപിച്ചവനായ ഇഭരാജം, ഗജശ്രേഷ്ഠനെ, ഗ്രാഹാത്, മുതലയിൽ നിന്ന് വിടുവിച്ചു, അമുഞ്ചൽ, മോചിപ്പിച്ചു. അങ്ങനെ മത്സ്യമൂർത്തിയായി അവതരിച്ചു, വരാഹമായി അവതരിച്ചു, കൂർമ്മമായി അവതരിച്ചു, ഹരിയായി അവതരിച്ചു. 4 അവതാരങ്ങളെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. മത്സ്യമായിട്ട് അവതരിച്ചു, സത്യവ്രതൻ എന്ന മനുവിനെ പ്രളയത്തിൽ മത്സ്യസ്വരൂപിയായി രക്ഷിക്കുകയും ഭൂമിയെയും ഓഷധികളെയും ഒക്കെ പരിപാലിച്ചു. അതേപോലെ സൂകരമായി അവതരിച്ച് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു. ആദിദൈത്യനെ നിഗ്രഹിക്കുക മാത്രമല്ല, ഭൂമിയെ ആ ജലത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. അതേപോലെ തന്നെ കൂർമ്മമായി ആമയായി അവതരിച്ചു. പാലാഴിമഥന സമയത്ത് കടകോലായി ഉപയോഗിച്ച മന്ദരപർവ്വതം താഴേക്ക് ഇങ്ങനെ പോകുന്നു എന്ന് മനസ്സിലായപ്പോ കൃത്വാവപു കാച്ഛപമത്ഭുതം മഹൽ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര, വെള്ളത്തിലേക്ക് താന്നുപോയ ആ ഗിരിയെ, മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. പിന്നെ ഗജേന്ദ്രമോക്ഷം എന്നുള്ള കഥ അവിടെ സൂചിപ്പിച്ചു. ഇഭരാജം ഗ്രാഹാത് അമുഞ്ചത്, തന്നെ ശരണം പ്രാപിച്ച, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പ്രാർത്ഥിച്ച ആ ഗജേന്ദ്രനെ മുതലപ്പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഹരിണിയുടെയും ഹരിമേധസിന്റെയും പുത്രഭാവത്തിൽ ഹരിയായി ഭഗവാൻ അവതരിച്ചു. അപ്പൊ ഏതേത് കാലത്ത് ഏത് രൂപം ധരിക്കാനും ഭഗവാന് മടിയില്ല എന്ന് കാണിക്കുകയാണ്. പിന്നെ സംസ്തുന്വതോബ്ധിപതിതാൻ ശ്രമണാൻ ഋഷീംശ്ചക്രം ച വൃത്രവധതസ്തമസി പ്രവിഷ്ടം ദേവസ്ത്രിയോസുരഗൃഹേ പിഹിത അനാഥ ജഘ്നേ സുരേന്ദ്രമഭയായ സതാം നൃസിംഹേ. പിന്നെ
അടുത്തതായിട്ട് പറയുന്നു, അബ്ധിപതിതാൻ ശ്രമണാൻ, സമുദ്രത്തിൽ വീണവരും മേൽപോട്ട് കയറാൻ കഴിയാത്ത വിഷമിച്ചവരുമായ സംസ്തുന്വത, ഭഗവാനെ സ്തുതിക്കുന്നവരുമായ ഋഷികളെ, വൃത്രവധത, വൃത്രനെ കൊന്നതുകൊണ്ട് തമസി, ഇരുട്ടിൽ അല്ലെങ്കിൽ ബ്രഹ്മഹത്യയിൽ പ്രവേശിച്ച ശക്രം ച, ദേവേന്ദ്രനെയും, അസുരഗൃഹേ പിഹിത, അസുരന്മാരുടെ ഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവരും, അനാഥ, രക്ഷയില്ലാത്തവരുമായ ദേവസ്ത്രീകളെയും രക്ഷിച്ചു. സജ്ജനങ്ങൾക്ക് അഭയം കൊടുക്കാൻ വേണ്ടി നൃസിംഹേ അസുരേന്ദ്രം ജഘ്നെ, നരസിംഹാവതാരത്തിൽ അസുരേന്ദ്രനെ, ഹിരണ്യകശിപുവിനെ ഹനിച്ചു. ഭഗവാന്റെ നരസിംഹാവതാരം എന്തിനു വേണ്ടിയാണ് എന്ന് പറയുകയാണ്. കശ്യപ മഹർഷിക്ക് വേണ്ടി ബാലഖില്യന്മാർ എന്നറിയപ്പെടുന്ന ആ മഹർഷിമാര് സമിത്തുക്കൾ കൊണ്ടുവരാൻ വേണ്ടി പോയി. ഇവര് അങ്കുഷ്ഠ പ്രായന്മാരാണെന്നാണ്, ഒരു വിരലിനോളം വലിപ്പമുള്ള ആളുകളാണത്രേ. ഇവര് പശുക്കുളമ്പ് കൊണ്ടുള്ള കുഴിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ഇവർക്ക് വലിയൊരു സമുദ്രം പോലെയാണിത് തോന്നിയത്. അവർ അതിൽ വീണു. അപ്പോ ഇന്ദ്രൻ അവരെ നോക്കി ചിരിച്ചു. അവര് ആ ഭഗവാനെ സ്തോത്രം ചെയ്തപ്പോൾ ആ ഋഷികളെ ആപത്തിൽ നിന്ന് ഭഗവാൻ വന്ന് രക്ഷിച്ചു. ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിച്ചു, ബ്രഹ്മഹത്യാപാപം വന്നു. ദേവേന്ദ്രനും ഭഗവാനെ സ്മരിച്ചു. കാരണം എന്താ? ദേവേന്ദ്രൻ അസുരന്മാരോട് യുദ്ധം ചെയ്ത് തോറ്റോടി. ദേവസ്ത്രീകളെ മുഴുവൻ അസുരന്മാര് അവരുടെ കാരാഗൃഹങ്ങളില് പിടിച്ചിട്ടു, ബലാത്കാരണ പിടിച്ചുകൊണ്ടുവന്നു. അവരെ രക്ഷിക്കാൻ ആരുമില്ലാതെ വന്നപ്പോ അവരും ഭഗവാനെ വിളിച്ചു, പ്രാർത്ഥിച്ചു. അവരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച ഭഗവാൻ സജ്ജനങ്ങൾക്ക് അഭയായ, സജ്ജനങ്ങളെ രക്ഷിക്കാൻ, അവർക്ക് അഭയസ്വരൂപിയായി പ്രഹ്ലാദൻ തുടങ്ങിയ സജ്ജനങ്ങളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ അവിടെ ഹിരണ്യകശിപു എന്ന ആ ദൈത്യേന്ദ്രനെ നിഗ്രഹിക്കാൻ നരസിംഹമായി അവതരിച്ചു എന്ന് പറഞ്ഞു. അടുത്തതായി പറഞ്ഞു, ദേവാസുരേ യുധിച്ച ദൈത്യപതിൻ സുരാർത്ഥേ ഹത്വാന്തരേഷു ഭുവനാന്യദധാൽ കലാഭി ഭൂത്വാധവാമന ഇമാമഹരൽ ബലേക്ഷ്മാം യാജ്ഞാച്ഛലേന സമദാദദിതേ സുതേഭ്യ. ദേവാസുരേ യുധിച്ച, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ, സുരാർത്ഥേ ദൈത്യപതീൻ ഹത്വ, ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരുടെ നേതാക്കന്മാരെ കൊന്നിട്ട്, അന്തരേഷു ഓരോ മന്വന്തരങ്ങളിൽ, കലാഭി അംശാവതാരങ്ങൾ കൊണ്ട്, ഭുവനാനി അദധാൽ ലോകങ്ങളെ മുഴുവൻ പരിപാലിച്ചു ഭഗവാൻ. അങ്ങനെ പിന്നീട് വാമനനായി മാറി, ബലിയിൽ നിന്നും യാചിക്കുക എന്ന വ്യാജം കൊണ്ട്, യാജ്ഞാച്ഛലേന ഇമാം ക്ഷ്മാം അഹരൽ, ഈ ഭൂമിയെ അപഹരിച്ചു, അതിഥേ സുതേഭ്യ സമദാൽ, അതിഥിയുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഇന്ദ്രാദി ദേവന്മാരുടെ കാര്യസാധ്യത്തിനു വേണ്ടി അസുരന്മാരെ ഭഗവാൻ നിഗ്രഹിച്ചു. എല്ലാ മന്വന്തരത്തിലും ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടാവാറുണ്ട്, ധർമ്മത്തെ രക്ഷിക്കാനും അധർമ്മത്തെ ഇല്ലാതെയാക്കാനും, സജ്ജനങ്ങളെ അനുഗ്രഹിക്കുക, ദുഷ്ടന്മാരെ വധിക്കുക. ഇതാണ് ഭഗവാന്റെ ഓരോ അവതാരത്തിന്റെയും ലക്ഷ്യം. ഈ രീതിയിൽ ലോകത്തെ പരിപാലിക്കുക. മഹാബലിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓണം അടുത്തു വരുന്നു. മഹാബലി 3 ലോകങ്ങളും സ്വാധീനപ്പെടുത്തിയപ്പോ ഇന്ദ്രന് അധികാരമില്ലാതെയായി. ഇവിടെ മഹാബലിയെ അനുഗ്രഹിക്കും, ഇന്ദ്രാദി ദേവന്മാരുടെ സ്ഥാനങ്ങളെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഭഗവാൻ. നോക്കൂ, മഹാബലിയുടെ യാഗശാലയിൽ വാമനനായി ചെന്ന് യാചിച്ചു. 3 ലോകങ്ങളും സ്വാധീനപ്പെടുത്തി ദേവന്മാർക്ക് കൊടുത്തു. മഹാബലിക്കോ സുതലം എന്നുള്ള ലോകത്തെ നൽകി അനുഗ്രഹിച്ചു. അപ്പൊ ഇവിടെ അടുത്ത മന്വന്തരത്തിൽ, അല്ലയോ ഇന്ദ്രസേന, അങ്ങ് ഇന്ദ്രനായി മാറും എന്ന അനുഗ്രഹം കൊടുത്തു മഹാബലിക്ക്. ഇപ്പൊ നോക്കൂ, ഓരോ മന്വന്തരത്തിന്റെയും അധിപന്മാരായി ഓരോരുത്തരെ നിയമിച്ച ഭഗവാൻ അതിന് വിഘ്നം കൂടാതെ രക്ഷിക്കാൻ വേണ്ട പ്രവൃത്തികളും ഈ അവതാരമൂർത്തികളായി വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വാമനാവതാരത്തെ കുറിച്ച് പറഞ്ഞു. അടുത്തതായി ഭഗവാന്റെ പരശുരാമാവതാരത്തെയും ശ്രീരാമാവതാരത്തെയും ഒരുമിച്ച് പറഞ്ഞു. നിക്ഷത്രിയാമകൃതഗാം ച രാമസ്തു ഹൈഹയകുലാപ്യ ഭാർഗവാഗ്നി
സോബ്ധിംബബന്ധ ദശവക്ത്രമഹൻ സലംഗം സീതാപതിർജയതി ലോകമലഘ്നകീർത്തി ഹൈഹയകുലാപ്യയ ഭാർഗവാഗ്നി. ഹേഹയകുലത്തെ നശിപ്പിക്കുന്ന ഭാർഗവകുലത്തിലുണ്ടാകുന്ന അഗ്നിയാകുന്ന രാമഹാതു, രാമനോ ഗാം ത്രിസപ്തകൃത്വ, ഭൂമിയെ 21 വട്ടം നിക്ഷത്രിയാം ആകൃത, ക്ഷത്രിയന്മാർ ആക്കിക്കൊണ്ട് വേണ്ട പോലെ ചെയ്തു. ലോകമലഘ്ന കീർത്തി, ലോകത്തിന്റെ പാപത്തെ നശിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയ സീതാപതി സീതാവല്ലഭനായ രാമൻ അബ്ധിംബബന്ധ, സമുദ്രത്തെ ബന്ധിച്ചു. സലങ്കം, ആ ലങ്കയോടുകൂടി രാവണനെ കൊന്ന് ജയതി, സർവോത്കർഷേണ ജയിക്കുന്നു. ഹേഹയകുലത്തിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കഥകളാണ്. ഹേഹയകുലത്തിന്റെ ആ മഹാരാജാവ് ചക്രവർത്തിയായ കാർത്തവീര്യാർജുനൻ അടക്കമുള്ള സകലരെയും ഭസ്മമാക്കാനുള്ള അഗ്നി എന്നതുപോലെ അവിടെ ഭാർഗവകുലത്തിൽ പിറന്നു ഭഗവാൻ. ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായി പിറന്ന പരശുരാമൻ 21 പ്രാവശ്യം ഭൂമിയിലുള്ള ക്ഷത്രിയ രാജാക്കന്മാരെ മുഴുവൻ നിഗ്രഹിച്ചു. ഇപ്പൊ സങ്കടത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ പ്രവർത്തിക്കേണ്ടത് ക്ഷത്രിയന്മാരുടെ ധർമ്മമാണ്. പക്ഷേ ഈ ക്ഷത്രിയന്മാര് ലോകത്തിന് സങ്കടം ഉണ്ടാക്കുകയാണെങ്കിൽ ക്ഷത്രിയന്മാരെന്ന് പറയാൻ പാടില്ല, അവരെ മുഴുവൻ ഭഗവാൻ ഇല്ലാതെയാക്കി. പിന്നെ ദശരഥപുത്രനായി കൗസല്യാതനയനായി സീതാപതിയായി രാമൻ അവതരിച്ചു. ലോകമലഘ്ന കീർത്തി എന്നാണ്, ലോകത്തിന്റെ പാപത്തെ നശിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയ രാമൻ, സീതാവല്ലഭനായ രാമൻ സമുദ്രത്തിൽ സേതുബന്ധനം ചെയ്ത് ലങ്കാനഗരത്തിൽ പോയി ലക്ഷ്മണനോടുകൂടി രാവണാദി ദുഷ്ടരാക്ഷസന്മാരെ മുഴുവൻ നിഗ്രഹിച്ചു. ഇന്നും ആ രാമൻ സീതാപതിർജയതി, ഭക്തഹൃദയ കമലങ്ങളിൽ ഇന്നും രാമൻ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അവിടെ ഏതാ സൂചിപ്പിക്കുന്നു. രാമാവതാര കാലത്താണ് ഈ സംവാദമുണ്ടായത്, ത്രേതായുഗത്തിലാണ് എന്ന് ചുരുക്കം. ഭൂമേർ ഭരാവതരണായ ദുഷ്വജന്മാജാതകരിഷ്യതി സുരൈരപി ദുഷ്കരാണി വാദൈർവിമോഹയതി യജ്ഞകൃതോ ദദർഹാൻ ശൂദ്രാൻ കലൗ ക്ഷിതിഭുജോ ന്യഹനിഷ്യദന്തേ. രാമാവതാര കാലത്ത് ഈ നിമിനവയോഗി സംവാദം നടന്നു. അന്ന് ദ്രുമിളൻ എന്ന ആ യോഗീശ്വരൻ പറഞ്ഞു, അജന്മാ, ജന്മാതിരഹിതനായിരിക്കുന്ന ഭഗവാൻ, ഭൂമേ ഭരാവതരണായ, ഭൂമിയുടെ ഭാരത്തെ തീർക്കാൻ വേണ്ടി യദുഷു ജാത, യദുകുലത്തിൽ ജനിച്ച് സുരൈ അപി, ദേവന്മാരാലും ദുഷ്കരാണി, ചെയ്യാൻ കഴിയാത്ത കർമ്മങ്ങൾ കരിഷ്യതി ചെയ്യും. അതദർഹാൻ, അയോഗ്യന്മാരായിട്ട് യജ്ഞകൃത, യാഗം ചെയ്യുന്നവരെ വാദൈ, യുക്തിവാദങ്ങൾ കൊണ്ട് മോഹിപ്പിക്കുന്നു. ആ കലിയിൽ അന്തേ, അവസാനത്തിൽ ശൂദ്രാൻ ക്ഷിതിഭുജ ന്യഹനിഷ്യത്, അധർമ്മിഷ്ഠന്മാരായ രാജാക്കന്മാരെ ഭഗവാൻ നിഗ്രഹിക്കും. കൃഷ്ണാവതാരത്തെക്കുറിച്ചും കൽക്കിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നതിനെ കുറിച്ചും പറയുകയാണ്. ജനിക്കേണ്ടതായിട്ടുള്ള കർമ്മബന്ധങ്ങളൊന്നും ഭഗവാനില്ല. എങ്കിലും അജനായിരിക്കുന്ന ഭഗവാൻ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി യദുകുലത്തിൽ അവതരിക്കും. ദേവന്മാർക്ക് പോലും ദുഷ്കരമായിരിക്കുന്ന കർമ്മങ്ങൾ അനായാസം ഭഗവാൻ നടത്തും എന്ന് സൂചിപ്പിച്ചു. അപ്പോ അതിനുശേഷം കലിയുഗത്തിലേക്ക് എത്തുമ്പോഴോ യാഗാദി കർമ്മങ്ങൾ നടത്തുമ്പോൾ ഭഗവാൻ ബുദ്ധനായിട്ട് അവതരിക്കും. യാഗം ചെയ്യുന്നത് കൊണ്ട് പ്രാണിവധം നിമിത്തമുള്ള പാപം വർദ്ധിക്കുകയാണ് ഉണ്ടാവുക, പാപശാന്തി ഉണ്ടാവില്ല എന്ന് കാണിച്ചും കൊണ്ട് അവിടെ ആ ഭഗവാൻ ബുദ്ധനായിട്ട് അവതരിക്കും. പിന്നെ പറഞ്ഞു, അടുത്തതായി കലിയുഗത്തിന്റെ അവസാനത്തിൽ അന്തേ, അവസാനത്തിൽ കൽക്കിയായിട്ട് ഭഗവാൻ അവതരിക്കും. ധർമ്മത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരെ മുഴുവൻ ഭഗവാൻ തന്റെ വാളിനിരയാക്കും എന്ന് പറയുന്നു. അങ്ങനെ ശൂദ്രതുല്യരായ രാജാക്കന്മാരെ നശിപ്പിച്ച് അവർ നിമിത്തം ലോകത്തിനുണ്ടായ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും തീർത്ത് ഭഗവാൻ ആ കൽക്കിയുടെ അവതാരം പൂർത്തിയാക്കും. വീണ്ടും കൃതയുഗം ആരംഭിക്കും. ഏവം വിധാനി കർമാണി ജന്മാനി ച ജഗൽപതേ ഭൂരീണി ഭൂരിയശസോ വർണ്ണിതാനി മഹാഭുജ. ഭൂരിയശസാ ജഗൽപതേ,
അത്യധികം കീർത്തിമാനായ ജഗത്പതിയുടെ ഭഗവാന്റെ ഏവം വിധാനി ഭൂരീണി ജന്മാനി, ഇപ്രകാരമുള്ള അനേക ജന്മങ്ങളും കർമാണിച്ച കർമ്മങ്ങളും മഹാഭുജ അല്ലയോ മഹാരാജാവേ, വലിയ നീണ്ട കൈകളോടുകൂടിയ രാജാവേ, വർണ്ണിതാനി വർണ്ണിക്കപ്പെട്ടു എന്നാണ്. അങ്ങ് മഹാഭുജനാണ്. ഭഗവാന്റെ യശസ് കേൾക്കാൻ ഉച്ചരിക്കാൻ ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും സാധിക്കില്ല. ധൈര്യമില്ലാത്ത ആളുകൾക്ക് മറ്റ് വിഷയങ്ങളുടെ ബാധകളെ ജയിക്കാനോ ഭഗവത് കീർത്തനങ്ങളെ സ്മരിക്കാനൊന്നും സാധിക്കില്ല. എന്നാൽ അങ്ങയുടെ ഭാഗ്യവും പരാക്രമവും ഒരേപോലെ വന്നിരിക്കണു. സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്ന ഭഗവത് ഭജനത്തിൽ ആണ് നമ്മൾ ധൈര്യം കാണിക്കേണ്ടത് എന്ന് ചുരുക്കം. ഭഗവാന്റെ അനേകമായിട്ടുള്ള ലീലകളെയും കർമ്മങ്ങളെയും രൂപങ്ങളെയും വർണ്ണിക്കാൻ ആർക്കും സാധിക്കില്ല. എങ്കിലും ഞാനിത് അങ്ങക്കിത് പറഞ്ഞു തന്നു. ഋഷീശ്വരന്മാര് ഭഗവാന്റെ അനവധി അവതാരങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. ഇനിയും ഏതൊരു അവതാരത്തിലാണോ മനസ്സിന് ശ്രദ്ധയുള്ളത് അതിനെ ധ്യാനിച്ചോളൂ. അവിടെ ഹൃദയഗ്രന്ഥി തകരും, സംശയങ്ങളില്ലാതെയാവും, കർമ്മങ്ങൾ ഒടുങ്ങും, ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് ദ്രുമിളൻ പറയുന്നിടത്താണ് ഏകാദശ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായം അവതാരവർണ്ണനം എന്നുള്ള ഭാഗം സമർപ്പിക്കപ്പെടുന്നത്. നാളെ 5-ാമത്തെ അധ്യായത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. ഹരേ കൃഷ്ണ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം,
നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.